ചാലക്കുടി നഗരസഭ തെരുവ് നായ്ക്കൾക്ക് വാക്സിനേഷൻ ഡ്രൈവ് ആരംഭിച്ചു. തെരുവ് നായ് ശല്യം വർദ്ധിച്ചു വരികയും ആക്രമണകാരികളായ പല നായ്ക്കൾക്കും പേവിഷബാധ സ്ഥിരീകരിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഇക്കാര്യത്തിൽ വിവിധ നടപടികൾ സ്വീകരിക്കുവാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നഗരസഭ അതിർത്തിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകുന്ന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. തെരുവുനായ ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മറ്റു നായ്ക്കളെ കടിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ നഗരസഭയിൽ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗത്തിന്റെ നിർദ്ദേശങ്ങളുടെ ഭാഗമായാണ് തുടർ നടപടികൾ സ്വീകരിക്കാൻ കൗൺസിൽ തീരുമാനിച്ചത്. മുഴുവൻ തെരുവ് നായ്ക്കൾക്കും വാക്സിനേഷൻ നൽകാനും വളർത്തുനായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി ലൈസൻസ് പുതുക്കി കൊടുക്കാനും കൗൺസിൽ തീരുമാനിച്ചിരുന്നു. രാവിലെ KSRTC പരിസരത്ത് നിന്നും ആരംഭിച്ച വാക്സിനേഷൻ ഡ്രൈവ് ഐവിഷൻ ഹോസ്പിറ്റൽ, KSRTC ഡിപ്പോ, പ്രൈവറ്റ് ബസ് സ്റ്റാൻഡ്, ഫ്ലൈ ഓവർ, ഫയർ സ്റ്റേഷൻ, പോലീസ് ക്വാർട്ടേഴ്സ്, താലൂക്ക് ആശുപത്രി, മാർക്കറ്റ്, വെട്ടുകടവ്, കൂടപ്പുഴ, കനാൽ റോഡ്, പോട്ട, നോർത്ത് ചാലക്കുടി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നായി 107 നായ്ക്കൾക്ക് വാക്സിനേഷൻ നൽകി. നഗരസഭയുടെ നേതൃത്വത്തിൽ വെറ്റിനറി ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന വാക്സിനേഷൻ ഡ്രൈവിന് നായ്ക്കളെ പിടിക്കുന്നതിന് പരിചയസമ്പന്നരായ ഡോഗ് സ്ക്വാഡിന്റെ സഹായവും ഉപയോഗിക്കുന്നു. അടുത്ത ദിവസവും വാക്സിനേഷൻ തുടരും. ആക്രമണകാരികളായ തെരുവ് നായ്ക്കളെ ഷെൽട്ടറിലേക്ക് മാറ്റുന്ന പ്രവർത്തനവും ഇതോടൊപ്പം നടക്കുന്നുണ്ട്. അടുത്ത ആഴ്ചകളിൽ വളർത്തു നായ്ക്കളുടെ വാക്സിനേഷൻ ക്യാമ്പും ആരംഭിക്കും. തെരുവ് നായ്ക്കളുടെ ഉപദ്രവവും അതുമൂലമുണ്ടാകുന്ന വലിയ പ്രശ്നങ്ങളും അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ചാലക്കുടി നഗരസഭാ അതിർത്തിയിലെ മുഴുവൻ തെരുവ് നായ്ക്കൾക്കും അടിയന്തിരമായി വാക്സിനേഷൻ പൂർത്തീകരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു ഡ്രൈവ് നഗരസഭ ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ്. ഈ കഴിഞ്ഞ 1-2 മാസങ്ങളിലായി 4-5 തവണ തെരുവ് നായ്ക്കളുടെ ആക്രമണവും പ്രത്യേകിച്ച് പൊതുജനങ്ങളെ നിരവധി തെരുവ് നായ്ക്കൾ ആക്രമിച്ചു. മറ്റ് തെരുവ് നായ്ക്കളെയും വളർത്തു നായ്ക്കളെയും ആക്രമിക്കുന്ന സാഹചര്യം ഉണ്ടായി. പലർക്കും ഗുരുതരമായ പരിക്കേറ്റു. ഇതിൽ കടിച്ച തെരുവ് നായ്ക്കളിൽ ചിലത് ചത്തതിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ അത് പോസിറ്റീവാണ്, പേവിഷബാധയുണ്ടെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ അടിയന്തരമായി ഒരു സർവകക്ഷി യോഗം നഗരസഭയിൽ വിളിച്ചു ചേർത്ത് ഇതിന്റെ തുടർ നടപടികൾ എങ്ങനെയൊക്കെ വേണം എന്നതിനെ കുറിച്ചൊരു ആലോചന നടത്തിയത്. അതിൽ സർവകക്ഷി യോഗത്തിലുണ്ടായ നിരവധി നിർദ്ദേശങ്ങളിൽ ഒന്നാണ് എല്ലാ തെരുവ് നായ്ക്കൾക്കും അടിയന്തരമായി വാക്സിനേഷൻ നൽകുക എന്നുള്ളത്. ഒരുപക്ഷെ ഈ പേവിഷബാധയുള്ള നായ്ക്കളുടെ കടിയേറ്റ തെരുവ് നായ്ക്കളോ അല്ലെങ്കിൽ ഇനിയും അതിന് സാധ്യതയുള്ള ഒരു സാഹചര്യത്തിൽ ഇതിന് കൂടുതൽ പേവിഷബാധ ഉണ്ടാകാതിരിക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പ്രധാനപ്പെട്ട ഒരു മുൻകരുതലാണ് വാക്സിനേഷൻ. അതിന്റെ ബന്ധപ്പെട്ട പരിപാടിയാണ് ഈ കഴിഞ്ഞ ആഴ്ച ആരംഭിക്കണമെന്ന് നമ്മൾ തീരുമാനിച്ചെങ്കിലും കനത്ത മഴ കാരണം അതൊരാഴ്ച മാറ്റിവെച്ചു. ഇന്ന് മുതൽ നമ്മൾ ആരംഭിച്ചു. നഗരസഭ ചുമതലപ്പെടുത്തിയ ഡോഗ് സ്ക്വാഡ്, പ്രത്യേകമായിട്ട് തളിക്കുളത്തു നിന്നുള്ള ഡോഗ് സ്ക്വാഡാണ് ഇതിനാവശ്യമായിട്ടുള്ള സഹായവുമായി നമ്മൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത്. അവരുടെ നേതൃത്വത്തിലാണ് നായ്ക്കളെ പിടിക്കുന്നത്. ഒപ്പം തന്നെ നമ്മുടെ ചാലക്കുടിയിലെ വെറ്റിനറി ഹോസ്പിറ്റലിലെ ഡോക്ടറും മറ്റ് അനുബന്ധ സ്റ്റാഫുകളും ഈ വാക്സിനേഷൻ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്.